ജയ് ശ്രീറാം, ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ് എന്ന് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും സല്യൂട്ടേഷന്റെ ഭാഗമായിട്ടും ഒക്കെ വിളിക്കും. പക്ഷേ രാഷ്ട്രീയക്കാർ ഇതെല്ലാം വിളിക്കുന്നത് പലപ്പോഴും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായിരിക്കും. റാം റാം എന്നൊക്കെ ഉത്തരേന്ത്യയിൽ ജയ് ശ്രീറാമിനേക്കാൾ റാം റാം എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പലപ്പോഴും ഒരു സല്യൂട്ടേഷനെ വിഷ് ചെയ്യാറുണ്ട്, എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കൗതുകമുണ്ട്. യഥാർത്ഥത്തിൽ രാമൻ വലിയൊരു സിമ്പലാണ്. സാക്ഷാൽ മഹാത്മാഗാന്ധി ആ രാമന്റെ ഭക്തരാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ, അത് ഗവർണർ ആയാലും വ്യത്യാസമൊന്നുമില്ല, ജയ് ശ്രീറാം വിളിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്, യഥാർത്ഥത്തിൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. അതിന്റെ കൃത്യമായ ഒരു എക്സാമ്പിൾ കാണിക്കാം. ക്ഷമിക്കണം, ഞാൻ ഒന്ന് വെച്ചോട്ടെ. And on this day, let us pay tribute to Kamla by paying tribute to the one who was great devotee of Ram Sri Ram. I say and you say, Jai Sri Ram, 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 Jai Sri Ram. ജയ് ശ്രീറാം വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്. ജയ് ശ്രീറാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ശരിക്കും വിളിക്കുന്നത് റാം റാം എന്നാണ്. അതായത് റാം റാം ഒരു സല്യൂട്ടേഷൻ ആണ്. ആ റാം റാം എന്ന് വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ തമിഴ്നാട് ഗവർണർ RN രവി TCE, അവിടെ എഞ്ചിനീയറിംഗ് കോളേജ്, ത്യാഗരാജർ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്ന് വിദ്യാർത്ഥികളെ ഇത് വിളിപ്പിക്കുന്നതിന്റെ കാര്യം അറിയണം. പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൾ അറിയണം. നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കാനാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം, അതായത് ഗവർണർ RN രവി സത്യസന്ധമായി പെരുമാറിയില്ലെന്നും തമിഴ്നാട്ടിലെ ബില്ലുകൾ പിടിച്ചു വെച്ചത് തെറ്റാണെന്നും തമിഴ്നാട്ടിൽ ഈ ഗവർണർ രാഷ്ട്രീയ കാരണങ്ങളാൽ പിടിച്ചു വെച്ച 10 ബില്ലുകളും, സ്റ്റാലിൻ ഗവൺമെന്റിന്റെ വഴിമുടക്കാനായി പിടിച്ചു വെച്ച 10 ബില്ലുകളും പാസ്സാക്കിയതായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതിയിലെ നാണക്കേട് ഗവർണർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ അടുത്ത ദിവസം ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാകാനാണ്. അങ്ങനെ ജയ് ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ മറുഭാഗത്തുള്ള DMKയും കോൺഗ്രസും അല്ലെങ്കിൽ CPM-ഉം CPI-യും എല്ലാവരും അതിശക്തമായി ഇത് തെറ്റാണെന്ന് പറയും. ഇത് മതേതരത്വത്തിനോ അല്ലെങ്കിൽ ഒരു ഗവർണർ ഇത് ചെയ്യേണ്ട എന്ന കാര്യമാണെന്ന് പറയും. അപ്പോ ഇദ്ദേഹത്തിന് പറയാം, കണ്ടോ, ഞാൻ ശ്രീരാമിന് വേണ്ടി പോരാടുകയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടുകയാണ്, അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗവർണർ രാജിവെക്കണമെന്ന്, അതായത് ഇതിന്റെ വിഷയത്തിലല്ല, 10 ബില്ലുകൾ പിടിച്ചു വെച്ച വിഷയത്തിൽ രാജിവെക്കണമെന്ന വ്യാപകമായ അഭിപ്രായം BJP സർക്കിൾസിൽ പോലും ഉണ്ട്. അതായത് ഈ ഗവർണർമാർ പലപ്പോഴും പോകുന്നത് പൊളിറ്റിക്കൽ പോസ്റ്റായിട്ട് നിൽക്കും. പറഞ്ഞുകൊണ്ടല്ല, അവിടെ ചെന്ന് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തങ്ങളെ നിയമിക്കുന്നത്, അത് BJP ആണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല, തങ്ങളെ നിയമിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യാപിപ്പിക്കാനും അതുവഴി ഭാവിയിൽ കൂടുതൽ സ്ഥാനങ്ങൾ നേടാനും ഒക്കെ ഡ്രാമ സ്ഥിരം കാണിക്കുന്നുണ്ട്. അത് തെറ്റൊന്നുമല്ല, അവരുടെ ഒരു പൊസിഷനാണ്, അവർക്കും കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പം മുമ്പ് കേഡറിലൊക്കെ ഇരുന്ന, അതായത് ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ വഹിച്ച വ്യക്തിയാണ്. സുപ്രീം കോടതി അതിശക്തമായി ഗവർണറെ കൊട്ടി. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർക്ക് പിടിച്ചു വെക്കാൻ അധികാരമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നിയമസഭ സമർപ്പിക്കുന്ന ബില്ലുകളിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും ഗവർണർ തിരിച്ചയച്ച ബില്ല് നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാൽ 1 മാസത്തിനുള്ളിൽ ബില്ലിൽ തീരുമാനമാകണമെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗവർണറെ സുപ്രീം കോടതി എടുത്തുടുത്തു, അല്ലെങ്കിൽ കുടഞ്ഞു. അങ്ങനെ ഈ 10 ബില്ലുകൾ അംഗീകാരം കിട്ടിയതായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ ഈ നാണക്കേടി എന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജയ് ശ്രീറാം വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധ മാറ്റാനും അങ്ങനെ ഒരു വിവാദം ഉണ്ടാകാനും ഇനിയും BJP-ക്കാർക്ക് ഇദ്ദേഹത്തെ മാറ്റാനോ ഇദ്ദേഹത്തോട് രാജിവെക്കാനോ പറയാനോ ഒക്കെ മടി തോന്നും. കണ്ടോ, ജയ് ശ്രീറാം വിവാദം ഉണ്ടായില്ലേ, ജയ് ശ്രീറാം വിളിപ്പിച്ചില്ലേ. യഥാർത്ഥത്തിൽ BJP-ക്കാരെയും പറ്റിക്കുകയാണ് ഈ ഗവർണർ. BJP RSS-ലെ ആൾക്കാരെ ഈ ഗവർണർ പറ്റിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് BJP-യിലെ RSS-ലെയും മുതിർന്ന നേതാക്കൾക്ക് കാണും, പക്ഷെ താഴത്തെ കേഡർമാർക്ക് ഉണ്ടാകാറില്ല. അതായത് ഒരാവശ്യമില്ലാതെ തമിഴ്നാടിനെ പ്രശ്നവൽക്കരിച്ച് തമിഴ്നാട്ടിൽ പോയി അലമ്പുണ്ടാക്കുന്ന ഈ ഗവർണർ യഥാർത്ഥത്തിൽ BJP RSS-കാർക്ക് ഇദ്ദേഹത്തെ രാജിവെക്കണമെന്ന് പറയുന്ന അവസരത്തിൽ ഓൾറെഡി ഞാൻ ജയ് ശ്രീറാം വിളിച്ചു. ജയ് ശ്രീറാം, ഇപ്പം BJP RSS-ലെ നേതാക്കൾക്ക് എന്ത് തോന്നുന്നു അറിയാമോ? ജയ് ശ്രീറാം വിളിച്ചതിന് ഇദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ BJP-യുടെ കേഡറിനുള്ളിൽ BJP-യുടെ ശക്തി കുറയും എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ യഥാർത്ഥത്തിലെ പ്രശ്നം, ഇതേപോലത്തുള്ള ആൾക്കാർ ദൈവത്തെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നതാണ്. ഇവർക്ക് രാമനോട് ഒരു പ്രതിപത്തിയില്ല. ഗാന്ധിജിയാണ് ജയ് ശ്രീറാം പോയി അവിടെ വിളിച്ചിരുന്നെങ്കിൽ അവിടെ മുസ്ലിങ്ങളും സന്തോഷത്തോടെ റാം റാം എന്ന് പറയുമായിരുന്നു, മതേതരവാദികളും സന്തോഷത്തോടെ റാം റാം പറയാം. കാര്യം ഗാന്ധിജിയുടെ രാമന് സത്യസന്ധതയുണ്ട്, ഗാന്ധിജിയുടെ രാമന് ഉദ്ദേശശുദ്ധിയുണ്ട്, ഗാന്ധിജിയുടെ രാമന് പരസ്പര സൗഹാർദ്ദമുണ്ട്. പക്ഷെ ഗാന്ധിജിയുടെ രാമൻ അല്ലിത്, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ശ്രീരാമനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ആർക്കും ഉണ്ടായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ BJP RSS കേഡറിനെങ്കിലും ഉണ്ടാകണം എന്ന് അവരോട് അഭ്യർത്ഥിക്കും.
ജയ് ശ്രീറാം.